ഇന്ന് നമുക്ക് ഒരു അവിൽ ഉപ്മാവ് ഉണ്ടാക്കി നോക്കാം. ഇത് ചെറിയ രീതിയിൽ മധുരമുള്ള ഒരു ഉപ്മാവാണ്. ഇതിനു വേണ്ടി ഒരു വലിയ കപ്പ് അവിലെടുക്കാം. വെള്ള അവിലാണെങ്കിലും മട്ട അരിയുടെ അവിലാണെങ്കിലും ഒക്കെ ഇതുണ്ടാക്കുന്നതാണ്. അതിന് വേണ്ട മറ്റുള്ള സാധനങ്ങൾ: കുറച്ച് ചെറിയുള്ളി, 2 പച്ചമുളക്, 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് മധുരത്തിന് വേണ്ട ശർക്കരയും. ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് വെള്ളം, ലൈറ്റായിട്ട് ഉപ്പിട്ട വെള്ളം കൊണ്ട് ഇതൊന്ന് അവിൽ നനച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നനച്ചത് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. അതിന് ശേഷം ചെറിയുള്ളി പകുതി കട്ട് ചെയ്തതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതിലിട്ട് കൊടുക്കുക. ഞാൻ 2 കട്ട ശർക്കര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല. ഇത് കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളറ് മാറ്റം നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി. ലൈറ്റായിട്ട് മധുരം വേണ്ടവരെ അങ്ങനെ നോക്കിയിട്ട് ചേർക്കുക. അപ്പം 1 കപ്പ് തേങ്ങ ചിരവിയത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. എങ്കിലാണ് ഇതിനൊരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് അമർത്തി അവിടെ വെക്കുക. ഒരു പാൻ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് ചെയ്യാവുന്നതാണ്. നെയ്യിൽ ചെയ്യുമ്പോൾ ഒന്ന് രുചി കൂടും. അതിനുശേഷം ബാക്കി ഉള്ള ചെറിയുള്ളി ഇതിലേക്കിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക, മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ആക്കി കുഴച്ച് വെച്ച അവിലുണ്ടല്ലോ, നനച്ച് വെച്ച അവിൽ ഇതിലേക്ക് മുഴുവനായിട്ട് തട്ടിക്കൊടുക്കുക. അങ്ങനെ ഇതാ മുഴുവൻ അവിലും അതിലേക്ക് ഇട്ട് കൊടുത്ത്, നെയ്യൊന്നും ഒരുപാട് അങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് മതി 1 കപ്പ് അവിലിന്. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് കൊടുക്കണം. കൈ വെക്കാതെ അവിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഉരുകി അവിൽ നന്നായിട്ട് ചേർന്ന് വരും. ഇതാ ശർക്കര ഉരുകി വരുന്നുണ്ട്, അവിലിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. കണ്ടില്ല, എല്ലാ ശർക്കരയും നല്ലതുപോലെ ഉരുകി. എന്നിട്ട് ഇത് ആ ചീൻചട്ടിയിൽ തന്നെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഈ കളറ് മാറി വരുന്ന കാണുമ്പോൾ നമുക്ക് ഇത് ശരിയായി എന്ന് മനസ്സിലാവുക. നല്ല അവിൽ വറുത്തത് മാതിരി തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും, മധുരമുണ്ട്, ലൈറ്റായിട്ടൊരു എരിവുമുണ്ട്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നല്ലൊരു ഐറ്റമാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. അത്ര നേരം മതി. അവിൽ അധികം പൊതിർന്നൊന്നും പോവാതെ ശ്രദ്ധിക്കണം നനച്ച് കൊടുക്കുമ്പോൾ. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.